നമ്മുടെ ചിക്കൻ വെള്ളം കൂടി ഗൈസ്. ഫൈനലി നമ്മളും ഫുഫു ഉണ്ടാക്കി നോക്കിയേക്കാണ്. അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അങ്ങനെ ഫുഫു ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കപ്പയാണ്. നമ്മൾ ഒരു കപ്പയാണ് കൊടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം കൂടി ഗൈസ്. വെള്ളം കൂടിയെന്നാണ് നമ്മൾ വിചാരിച്ചത്. ബട്ട് കുഴപ്പമില്ല, അവസാനം ആയപ്പോഴത്തേക്ക് നല്ലൊരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ഈ ഒരു കപ്പേൻ്റെ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു വരും. നമ്മുടെ ഫുഫു ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ഫുഫു അല്ല കേട്ടോ, ഇത് വേറെ എന്തോ ആവുകയാണ് സംഭവം. നമ്മൾ ആദ്യം വിചാരിച്ചു പണി പാളിയെന്ന്, കാരണം വെള്ളം കൂടിയതുള്ള നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഓർത്ത് ഫെയിലാവുന്ന വിചാരിച്ചു. പക്ഷേ നമ്മൾ തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫുഫു റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫുഫു റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചിക്കൻ നമ്മുടെ ഫുഫു ഗൈസ്. അപ്പൊ നല്ല ചിക്കൻ കറിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഫൈനലി നമ്മുടെ ഫുഫു ഉണ്ടാക്കിയാണ്. ഭയങ്കര സോഫ്റ്റ് ആണ് സംഭവം. കപ്പ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പറയില്ല. നമ്മുടെ ഇവിടെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത് കഴിച്ചു നോക്കണല്ലോ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഫുഫു ഉണ്ടാക്കി നോക്കി, നിങ്ങളും കൂടെ ട്രൈ ചെയ്യുക. അടിപൊളി റെസിപ്പിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ബൈ.